നമ്മുടെ മറ്റൊരു വീഡിയോ സീരീസ് ഇവിടെ ഇടുക്കിയിൽ ആരംഭിക്കുകയാണ്. ഇത് ഇടുക്കിയിലെ പാഞ്ചാലിമേടാണ്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുപോലുള്ള ഒരുപാട് യാത്രാ വീഡിയോകളോ അതുപോലെ ഇൻഫർമേഷൻ വീഡിയോസും അതുപോലെ എക്സ്പ്ലനേഷൻ വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കയറി കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ കൂടെ കൂടാം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കി പാഞ്ചാലിമേടാണ്. പാഞ്ചാലിമേട് ഇതൊരു യാത്രയുടെ തുടക്കമാണ്. ഇവിടെ നമ്മളൊരു വലിയ യാത്ര മുമ്പോട്ട് പോവുകയാണ്. അപ്പം പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇടുക്കിയിൽ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ളത് ഇടുക്കിയിലും വയനാട്ടിലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറിസം ഭൂപടത്തിൽ ഇടുക്കിക്കും വയനാടിനും ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ക്ലീനായിട്ട് തന്നെ പരിപാലിക്കുക. പറഞ്ഞു വരുന്നില്ല, നമ്മൾ പാഞ്ചാലിമേടാണ് ഉള്ളത്. പാഞ്ചാലിമേട് നമ്മൾ കയറുമ്പോൾ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുള്ള ഒരു ബോർഡുണ്ട്. നല്ല കാര്യമാണ്, നമുക്ക് ആ ഒരു ബോധം ഉണ്ടാവണം. കാരണം ഇത്തരത്തിൽ മനോഹരമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ ഓരോരുത്തരും പാസ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഡൾട്ടിന് 25 രൂപയാണ് പാസ് വരുന്നത്. ഈ ഒരു പാസ് എടുത്തിട്ട് വേണം. അതുപോലെ തന്നെ വെഡ്ഡിങ്ങിനും പ്രീ വെഡ്ഡിങ്ങിനും അല്ലെങ്കിൽ പോസ്റ്റ് വെഡ്ഡിങ്ങിനുമുള്ള വെഡ്ഡിങ് ഷൂട്ടുകളുടെ പ്രൈസ് വേറെയാണ്, 3000 രൂപയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സീരീസ് ഷൂട്ടിങ്ങിന് കൊടുക്കണമെങ്കിൽ 15,000 രൂപയാണ് അതിനൊരു പ്രൈസ് വരുന്നത്. അതുപോലെ ക്യാമറയ്ക്ക് ഇന്ന ഫിക്സഡ് പ്രൈസ് അങ്ങനെയുണ്ട്. അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യമുണ്ട്. അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം പല സ്ഥലത്ത് നോക്കി ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യം ഇതുവരെ ആയിട്ടില്ല. കാരണം ടെക്നോളജിക്കലി പ്രോഗ്രസ്ഡ് ആണ് ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഓൺലൈൻ ടിക്കറ്റ് കൗണ്ടറുകൾ ഇല്ലാത്ത പല സ്ഥാപനങ്ങളുണ്ട്. ടൂറിസം കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. അത് നമ്മുടെ ടൂറിസം വകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പാഞ്ചാലിമേടിൽ 25 രൂപയുടെ ഒരു പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്തായിട്ട് കയറാം. അപ്പോൾ പാഞ്ചാലിമേട് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ദേശീയപാത 183 മുറിഞ്ഞപുഴ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നമുക്കിങ്ങോട്ട് കയറാനായിട്ട് പറ്റും. നമ്മൾ ഈ KK റോഡ് ഉണ്ടല്ലോ, കോട്ടയം കുമളി റോഡ്, അവിടെ നിന്ന് മുറിഞ്ഞപുഴയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയാണ് പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കയത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട് പാഞ്ചാലിമേട്ടിലോട്ട്. പാഞ്ചാലിമേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വിശാലമായ ഒരു പ്രദേശം, കാഴ്ചകളും എല്ലാം കാണാനായിട്ട് പറ്റും. പിന്നെ ഐതിഹ്യപരമായിട്ടൊക്കെ പല ചരിത്രങ്ങളൊക്കെ പറയാനുള്ളൊരു പ്രദേശം കൂടിയാണ് പാഞ്ചാലിമേട്. അപ്പോൾ പാഞ്ചാലിമേട് ഈ ഒരു ടൂറിസം ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ DTPC ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവരെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു സിപ്പ് ലൈനൊക്കെ വരുന്നുണ്ട്. സിപ്പ് ലൈൻ നമുക്കറിയാമല്ലോ, ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിലുള്ള എല്ലായിടത്തെയും സിപ്പ് ലൈൻ പറയുന്നത് ലോങ്ങസ്റ്റ് അവരാണെന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ലോങ്ങസ്റ്റ് എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളതിൽ ഇതിൻ്റെ റേറ്റ് ഒന്ന് പോയി നോക്കാൻ പോവുകയാണ്. 350 രൂപ. അതെ, 350 രൂപ കേട്ടോ സിപ്പ് ലൈന്. അപ്പോൾ ഈ ഒരു വള്ളി കെട്ടി തൂങ്ങി അവിടം വരെ പോകുന്നതിന് 350 രൂപ എന്നാണ് പറയുന്നത് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഏതായാലും കൊള്ളാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ തന്തവൈബാണല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യം തോന്നിയൊന്നും വരില്ല. അങ്ങനെയല്ല, എനിക്കിത് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ 350 രൂപ എന്ന് പറയുന്നൊരു പൈസ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്തവൈബ് അടിച്ചു. അപ്പം ഒരു കുട്ടിയായാലും ഇതിൽ കയറി പോകുന്നുണ്ട്. ആ ഒരു സൗണ്ട് നല്ല സൗണ്ട് കേൾക്കാനായിട്ട്. ഇത് അത്യാവശ്യം ലോങ് ആണ്, ഡിസ്റ്റൻസ് ഉണ്ടാകും. ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇത് തന്നെ ആയിരിക്കാമെന്ന് കരുതുന്നു. അല്ല, നിങ്ങളുടെ അറിവിൽ മറ്റേതെങ്കിലും സിപ്പ് ലൈൻ ആണ് ലോങ്ങസ്റ്റ് എങ്കിൽ എനിക്ക് തോന്നുന്നു വയനാട്ടിലൊക്കെ സിപ്പ് ലൈനുകൾ ഇതിൽ നീളമുള്ളത് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലാണ്. ഈ ഒരു പോർഷനിൽ ഇവർ അവസാനം ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ വരെയാണ് ഈ ഒരു സിപ്പ് ലൈനിൻ്റെ ഈ എൻഡ് വരുന്നത്. ഈ കാണുന്നൊരു പോർഷനാണ് ഇതിൻ്റെ എൻഡ് വരുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഇവർ ആ ഒരു സിപ്പ് ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നത്. ഏതായാലും പാഞ്ചാലിമേട്ടിൽ ഇത്തരത്തിലുള്ള ടൂറിസം വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് കാണുമ്പോൾ സന്തോഷം. കാരണം ഇത്തരത്തിലുള്ള ചെറുതാണെങ്കിൽ പോലും വികസന പരിപാടികൾ കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിലെ ടൂറിസം മേഖല വളരുകയുള്ളൂ. പാഞ്ചാലിമേട് അത്യാവശ്യം മഞ്ഞും കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാലാവസ്ഥ വ്യത്യാസവും, അതായത് പെട്ടെന്ന് വെയിലും പെട്ടെന്ന് മഞ്ഞും പെട്ടെന്ന് മഴയൊക്കെ പെയ്യുന്നതായിട്ട് തോന്നും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ മഞ്ഞിങ് ഇറങ്ങി വീണ്ടും മഞ്ഞ് വരുന്നു. അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ്, പ്രത്യേക കാലാവസ്ഥയാണ് പാഞ്ചാലിമേട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ബോർഡും അതുപോലെ ഒരു പള്ളിയുടെ ബോർഡും കാണാം. അതായത് ഇത് ഒരേ സമയം ഒരു കുരിശുമലയായിട്ടും ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും ഒരു അമ്പലത്തിൻ്റെ പ്രദേശമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സെയിം സ്ഥലമാണിത്. അതായത് അറിയാം, നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ചെറിയ മൊട്ടക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒരു കുരിശുമല, അതിൻ്റെ ഒരു കുരിശുമലയാവുകയും അങ്ങനെയുള്ള ഒരു വശം, അതായത് റിലീജിയസ് ആയിട്ടുള്ളൊരു വശമാണ്, നമുക്കറിയാം.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിപ്പ് ലൈനിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്. അപ്പം പാഞ്ചാലിമേട് നമ്മളിങ്ങനെ വന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ഇതൊരു യാത്രയുടെ തുടക്കമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഒരു യാത്രാ സീരീസ്, അതായത് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു യാത്രാ സീരീസ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പാഞ്ചാലിമേട് അതിൻ്റെ ഒരു തുടക്കം ഇടുക്കിയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. ഇടുക്കിയിൽ നിന്ന് തുടങ്ങി ഇടുക്കിയിലെ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട് അതിനുശേഷം തമിഴ്നാട്ടിലെ സ്ഥലങ്ങൾ ഒന്നൊന്നായിട്ട് കാണാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്നു ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രദേശങ്ങൾ പോലെ അതിമനോഹരമായ ഒരുപാട് പ്രദേശങ്ങൾ ഇടുക്കിയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. കാരണം ബേസിക്കലി ഞാനൊരു ഇടുക്കിക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് ഇടുക്കിയിലെ പല ഹിഡനായിട്ടുള്ള സ്ഥലങ്ങളും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളെയൊക്കെ ഒന്ന് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ കുളം അതുപോലെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കുളമുണ്ട്. ഈ രണ്ട് കുളത്തെ പറ്റിയിട്ടൊക്കെ ഐതിഹ്യപരമായ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പാഞ്ചാലിമേട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേരിൻ്റെ തന്നെ ഒരു പാഞ്ചാലി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന പാഞ്ചാലി വസ്ത്രാക്ഷേപം, അതെ ആ പാഞ്ചാലി തന്നെയാണ് ഈ പാഞ്ചാലി. ഐതിഹ്യമനുസരിച്ച് പാണ്ഡവർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വനവാസകാലത്ത് ഇവർ പാഞ്ചാലിമൊത്ത് ഇവിടെ വന്നിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. അതുപോലെ ഭീമൻ്റെ കാൽപ്പാടുകളുള്ള ഒരു ഗുഹയും ഇവിടെയുണ്ട്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കണങ്കവയൽ ആ ഒരു ചെറിയ ഗ്രാമം കാണാനായിട്ട് പറ്റും. കണയങ്കവയൽ എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമം നമുക്ക് കാണാനായിട്ട് പറ്റും. ആകാശമൊക്കെ പെട്ടെന്ന് മേഘാവൃതമായ ആകാശമൊക്കെ പെട്ടെന്ന് നല്ല ക്ലിയർ ആയിട്ട് നല്ല ബ്ലൂ സ്കൈ, നമുക്ക് ആ ഒരു ക്ലൗഡൊക്കെ ഇങ്ങനെ ഓരോരോ മേഘങ്ങളെ വേർതിരിച്ച് കാണാനൊക്കെ ആയിട്ട് പറ്റും. അത് പെട്ടെന്നുള്ള ഒരു വർണ്ണ അനുഭൂതി എന്നൊക്കെ പറയുമ്പോൾ വലിയ കടുകുട്ടിയായ വാക്കുകളായിട്ടൊക്കെ തോന്നും. അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് ഇവിടെ പറ്റും. വേറെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് ഇവിടെ ബെഞ്ചും അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതെനിക്ക് ഒരു കൗതുകം തോന്നിയ കാര്യമാണ്. ഒരു ശവക്കല്ലറയുടെ സമാനമായിട്ട് ഒരു കല്ല്, ഒരു നീളത്തിലൊരു കല്ല്, നമ്മുടെ ഒരു ശവക്കല്ലറയ്ക്ക് മുകളിൽ വെക്കുന്ന ഒരാൾ അടക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നൊരു കല്ല്, അതിന് തലക്കിലായിട്ട് മറ്റൊരു കല്ലും, അതിലേതോ കുറുമ്പന്മാരോ കുറുമ്പികളോ RIP എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിനിപ്പോൾ ശരിക്കുള്ള ഒരാളെ ബറി ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണോ, അല്ലെങ്കിൽ ഇത് പ്രകൃതിയാൽ ഇങ്ങനെയുള്ളൊരു സ്ഥലമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പണ്ടൊക്കെ ഈ പറഞ്ഞ ആളുകളെ കിടക്കുന്ന ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം, എനിക്കറിയില്ല. അവിടെ ഞാൻ ഒരു ഊഹാപോഹം പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ഈ കാറ്റും കൊണ്ട് ഇവിടെ ഇരുന്ന് താഴോട്ടൊരു കാഴ്ചയെ കണ്ട ഇത്തരത്തിലുള്ള KSRTC ഒക്കെ ഇങ്ങനെ വളഞ്ഞു വരുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാറ്റും കൊണ്ടിരുന്ന് കാണാനായിട്ട് പറ്റും. പിന്നെ നല്ല മഞ്ഞ്, നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ മഞ്ഞിങ്ങനെ കയറി നമ്മളെ മൂടുകയും അതേ സെക്കൻഡിൽ തന്നെ ആ മഞ്ഞ് അതേപടി മാഞ്ഞ് നല്ല വിശാലവും ക്ലിയറുമായിട്ടുള്ള ആകാശമൊക്കെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ മിന്നി മറയുന്ന ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. ഈ ഒരു പാഞ്ചാലിമേടിനോട് ചേർന്ന് തന്നെ ഭുവനേശ്വരിയുടെ ഒരു ക്ഷേത്രം, ഭുവനേശ്വരിക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടെ ശിവലിംഗങ്ങളും തൃശ്ശൂലങ്ങളും നാഗവിഗ്രഹങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പാഞ്ചാലി കുളിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നൊരു കുളമാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങളും ഈ ഒരു പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ റിലീജിയസ് ആയിട്ട് ഇവിടെ ഒരു കുരിശുമലയും ഒരു അമ്പലവും അങ്ങനെയുള്ള പല സംഭവങ്ങളുടെയും ഒരു സമ്മിശ്ര സ്ഥലമാണ് പാഞ്ചാലിമേട്. എന്നാൽ കേരളത്തിലെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമാണ്. ആ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ തുടർന്നുള്ള വികസനം അല്ലെങ്കിൽ തുടർന്നുള്ള മെച്ചപ്പെടുത്തലുകളിലേക്ക് സർക്കാരും സംഘടനകളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളും ഉൾപ്പെടുത്തി നല്ലൊരു പ്ലാനൊക്കെ തയ്യാറാക്കി മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള മനോഹരമായ സ്ഥലങ്ങളെ കുറച്ചും കൂടി എന്തെങ്കിലും തരത്തിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. അങ്ങനെയുള്ള ടൂറിസം വികസനം കൊണ്ട് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇത് ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതൊരു വസ്തുതയാണ്. ടൂറിസം വികസനം നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നാണ്. കാരണം അതിനുള്ള എല്ലാ സോഴ്സും നമുക്ക് പ്രകൃതിയാൽ ഉണ്ട്. അപ്പോൾ നമ്മൾ പാഞ്ചാലിമേടിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലോട്ടാണ് നമ്മുടെ അടുത്ത ഒരു യാത്ര എന്ന് പറയുന്നത്. നല്ല കോടമഞ്ഞുള്ള റോഡിലൂടെ നമ്മൾ ഇവിടുന്ന് പീരിമേട്ടിലോട്ടും അല്ലെങ്കിൽ അവിടുന്ന് കുമണിയിലോട്ടും പിന്നെ അവിടുന്ന് നമ്മുടെ കമ്പം, തേനി, ബോഡി തുടങ്ങിയ പ്രദേശങ്ങളിലോട്ടുമാണ് നമ്മുടെ ഒരു യാത്ര. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂടെ കൂടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ആ ഒരു ബെൽ ബട്ടൺ അമർത്താനായിട്ടും മറന്നില്ലെങ്കിൽ സന്തോഷം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.